അവൻ ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും അശ്വിൻ മുറ്റത്തെത്തിയിരുന്നു. അശ്വിനെ കണ്ടതും അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മു എവിടെ? വന്നപാടെ അശ്വിൻ സിദ്ധുവിനെ നോക്കി ചോദിച്ചു. പറയാം, അശ്വിൻ വാ. അവൻ അശ്വിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് ശരിക്കും ഉണ്ടായത്? അകത്തേക്ക് കയറി വന്ന അവൻ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. സിദ്ധു ഉണ്ടായതെല്ലാം അവനോട് പറഞ്ഞു. അവൻ അമ്മുവിനെ തല്ലിയതും അവളോട് അവസാനം പറഞ്ഞതും എല്ലാം അവൻ പറഞ്ഞു. എല്ലാം കേട്ടിട്ടും അശ്വിൻ ഒന്നും മിണ്ടിയില്ല. അശ്വിൻ, താൻ എന്താ ഒന്നും മിണ്ടാത്തത്? സിദ്ധു അവനെ നോക്കി ചോദിച്ചു. ഞാൻ ഇതിനൊക്കെ എന്ത് പറയാനാ? അശ്വിൻ തിരികെ അവനോട് മറുപടി പറഞ്ഞു. അശ്വിൻ, ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയില്ല അശ്വിൻ, തെറ്റും ചെയ്യാത്ത എൻ്റെ സിദ്ധിയെക്കുറിച്ച് ആരെങ്കിലും എന്തേലും പറഞ്ഞുവെന്നും കരുതി അവൾ അങ്ങനെയാകുമോ? ഞങ്ങൾ അവളെ അങ്ങനെയല്ല വളർത്തിയത്. പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. എനിക്ക് അവളോട് കുറച്ച് റഫായിട്ട് പെരുമാറേണ്ടി വന്നു. സിദ്ധു അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അമ്മുവിനോട് ആരാണ് ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? അശ്വിൻ സംശയത്തോടെ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനും അവളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, എനിക്കത് നന്നായിട്ട് അറിയാം. അതിന് എങ്ങനെ വേണമെങ്കിലും അവളോട് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. സിദ്ധു വിഷമത്തോടെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാ തെറ്റും ചെയ്തിട്ട് അവസാനം ഒരു സോറി ചോദിച്ചാൽ തീരാവുന്നതാണോ പറഞ്ഞുപോയ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും? അശ്വിൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞല്ലോ, ചെയ്തത് തെറ്റ് തന്നെയാ. ഒരിക്കലും ഞാനതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അശ്വിൻ എൻ്റെ ഭാഗം കൂടി ഒന്ന് ചിന്തിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എൻ്റെ മോളുടെ കാര്യത്തിൽ ഇപ്പോഴും അതാരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എൻ്റെ സിദ്ധിയെക്കുറിച്ച് അവൾ ഇല്ലാത്തതൊക്കെ പറയുന്നത്. ഞാൻ അത്രയും പറഞ്ഞപ്പോൾ തനിക്ക് എന്നോട് ദേഷ്യം തോന്നി. എൻ്റെ പെങ്ങളെപ്പറ്റി ഇല്ലാത്തത് പറയുമ്പോൾ എനിക്കും ദേഷ്യം വരില്ലേ? സിദ്ധു കുറച്ച് ദേഷ്യത്തോടെ തന്നെ അശ്വിനോട് ചോദിച്ചു. അളിയൻ ഇപ്പോഴും അളിയനെ തന്നെയാണ് ന്യായീകരിക്കുന്നത്. അളിയൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവൾ അറിയാത്ത ഒരു കാര്യത്തിനെപ്പറ്റി ആരോ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അളിയൻ അപ്പോഴേക്കും ഒരു കാര്യം ആലോചിക്കണം. സിദ്ധി ആരാണെന്നും സിദ്ധിയുടെ ക്യാരക്ടർ എന്താണെന്നും അവൾക്കറിയില്ല. പക്ഷെ അളിയൻ അമ്മുവിനെ കണ്ടതല്ലേ. അവളുടെ ക്യാരക്ടർ എന്താണെന്നും അവൾ എങ്ങനെയാണെന്നും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ അളിയൻ അവളെ വിവാഹം കഴിച്ചത്. എന്നിട്ട് ആ അളിയൻ തന്നെയല്ലേ ഇപ്പൊ അവളെ കുറ്റപ്പെടുത്തിയത്. അതവൾക്ക് സഹിക്കാൻ പറ്റുമോ? അളിയൻ എങ്ങനെ അവളെ പ്രണയിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അമ്മു എങ്ങനെയാണ് അളിയനെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ മനസ്സിൽ അളിയനെ സ്നേഹിക്കുമ്പോൾ ഒരു കള്ളവും ഇല്ലായിരുന്നു. അശ്വിൻ പറഞ്ഞതും സിദ്ധു ഒന്നും മിണ്ടാതെ നോക്കി. ഞാൻ അവളെ ഒന്ന് കാണട്ടെ, അവളോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അതും പറഞ്ഞ അശ്വിൻ അവിടെ നിന്നും എഴുന്നേറ്റു. അല്ല, അശ്വിൻ എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്? എന്താ അത്? സിദ്ധു സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. പറയാം, എല്ലാം പറയാം. പക്ഷെ അതിനു മുന്നേ എനിക്ക് അമ്മുവിനോടൊന്ന് സംസാരിക്കണം. അമ്മുവിനോട് അത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയണം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ ഒരാൾ തന്നെയാ. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒന്നിച്ച് പറയണം. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മും കൂടി അറിയേണ്ടതാ. ഞാൻ 2-3 ദിവസം മുൻപേ വന്ന് ഇതൊക്കെ പറയണമെന്ന് കരുതിയതാ. പക്ഷെ എനിക്ക് ജോലിക്കാരിയായിട്ട് കുറച്ച് തിരക്കായിപ്പോയി. പക്ഷെ അതിപ്പോൾ കാര്യമായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ എല്ലാത്തിനും ഒരു വ്യക്തത തോന്നുന്നുണ്ട്. അതിന് കുറച്ചും കൂടി വ്യക്തത വേണമെങ്കിൽ എനിക്ക് അമ്മുവിനോടൊന്ന് സംസാരിക്കണം. അശ്വിൻ പറഞ്ഞതും സിദ്ധു സംശയത്തോടെ അവനെ നോക്കി. അമ്മോ, അവൻ സംശയത്തോട് ചോദിച്ചു. റൂമിലുണ്ട്. സിദ്ധു പറഞ്ഞതും അവൻ മൂളി. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ പറഞ്ഞതും സിദ്ധു തലയാട്ടി. അവൻ സ്റ്റെപ്പ് കയറി പിന്നെ തിരിഞ്ഞു നിന്നു. സിദ്ധു എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അമ്മുവിനെ തല്ലിയിട്ടും അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും മിണ്ടാത്തതിൽ അളിയൻ ചെയ്തത് ശരിയാണെന്ന് അളിയൻ കരുതരുത്. പിന്നെ കുറച്ചൊക്കെ അളിയൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടും സിദ്ധി എനിക്ക് മനസ്സിലായതുകൊണ്ടും അമ്മു കാര്യങ്ങൾ അറിയാതെ എടുത്തുചാടി പറഞ്ഞത് തെറ്റായതുകൊണ്ടുമാണ് ഞാനിപ്പോൾ ഒന്നും മിണ്ടാത്തത്. അവൻ സിദ്ധുവിനെ നോക്കി പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയതും സിദ്ധു അവൻ പോകുന്നതും നോക്കി നിന്നു. അവൻ ചെന്നപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവൻ വാതിലിൽ 1-2 തവണ മുട്ടിയതും അവൾ വന്ന് വാതിൽ തുറന്നു. അഭിയാണെന്ന് കരുതി അവൾ വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന അശ്വിനെയാണ് കണ്ടത്. പെട്ടെന്ന് അവളുടെ കൺട്രോൾ തെറ്റിപ്പോയി. അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അശ്വിൻ അവളുടെ തലയിൽ തലോടി കൊടുത്തു. അവൾ കുറച്ചുനേരം തൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കരയട്ടെ എന്ന് അവനും കരുതി. അമ്മോ, മോളെ, മതി കരഞ്ഞത്. അവൻ അവളുടെ മുഖം ബലമായിട്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അഭിയേട്ടൻ എന്നെ തല്ലി ചേട്ടായി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പി. സിദ്ധു അടിച്ച അവളുടെ കവളിൽ അവൻ്റെ 5 വിരലുകളും പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ പതിയെ ഒന്ന് വിരലുകൾ കൊണ്ട് തലോടി. അവൾ തൊട്ടതും അവൾ എരിവ് വലിച്ചു. എന്തിനാ സിദ്ധിയെപ്പറ്റി അങ്ങനെയൊക്കെ അളിയനോട് പറയാൻ പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആരെങ്കിലും നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞാൽ എനിക്കത് സഹിക്കുമോ? അതുപോലെ തന്നെയല്ലേ അവളെപ്പറ്റി പറയുമ്പോൾ അളിയന്. നിനക്ക് സിദ്ധി അറിയില്ല, പിന്നെന്തിനാ ആരെങ്കിലും വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നീ അളിയനോട് സിദ്ധിയെപ്പറ്റി അങ്ങനെ പറഞ്ഞത്? അശ്വിൻ അകത്തേക്ക് കയറി അവളെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. ചേട്ടായി, ചേട്ടായി, എന്തിനാ എന്നോട് എല്ലാം മറച്ചു വെച്ചത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറകണ്ണുകളോട് ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. അത് മോളെ, എന്നോട് അളിയൻ എല്ലാം തുറന്നു പറഞ്ഞതാ. അളിയൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അളിയൻ ആദ്യം നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതും
പിന്നീട് നിന്നെ സ്നേഹിച്ചതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ആദ്യം ഒരു വാശിക്ക് നിന്നെ സ്നേഹിച്ചതാണെങ്കിലും പിന്നെ അയാൾ നിന്നെ സ്നേഹിക്കുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയില്ല. ആത്മാർത്ഥതയോടുകൂടി തന്നെ അളിയൻ നിന്നെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊന്നും നിന്നോട് പറയാഞ്ഞത്. കാരണം അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. നിന്നെ അളിയൻ വിവാഹം ചെയ്യുകയും ചെയ്തു. തന്നെയല്ല, ചെയ്തതെല്ലാം നിന്റെ ചേട്ടനായി എന്നോട് തുറന്നു പറയുകയും എന്നോട് ഒരുപാട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് പഴയതൊക്കെ നിന്നോട് പറഞ്ഞ് വെറുതെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് ഞാൻ കരുതി. അവൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടി ദേഷ്യം വന്നപ്പോൾ അഭിയേട്ടൻ എന്നെ ചതിക്കാനായിരുന്നു പ്രണയിച്ചതെന്നും പിന്നെ സത്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് അത് മാറ്റിയത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. ഏട്ടനായിട്ട് അതൊക്കെ എന്നോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. ഇത് ഞാൻ വെറും ഒരു പൊട്ടിയായിപ്പോയില്ലേ ചേട്ടായി. ഞാൻ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ചേട്ടായി. അല്ലാതെ ഞാൻ ഞാൻ ശരിയാ, ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാ. അഭിയേട്ടൻ അടിച്ചതും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ടല്ലേ അഭിയേട്ടൻ അടിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അഭിയേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുകൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടായി. ഒരു പെണ്ണ് വിവാഹത്തിന് മുമ്പ് പ്രണയിക്കുന്ന ആൾക്ക് അവളുടെ ശരീരത്തിന് മേൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണോ? ഏട്ടനെ കിസ് ചെയ്യുമ്പോൾ ഞാൻ ഞാൻ നിന്നു കൊടുത്തത് ഞാൻ അങ്ങനെയുള്ള പെണ്ണായതുകൊണ്ടാണോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവന് അതിനൊന്നും മറുപടി പറയാനില്ലായിരുന്നു. ചേട്ടായിക്ക് അറിയുവോ അഭിയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് എങ്ങനെയാണെന്ന്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. അറിയുവോ? അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അളിയൻ്റെ ഓഫീസിൽ ജോലിക്ക് പോയപ്പോഴല്ലേ? അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. അല്ല, ഞാൻ അഭിയേട്ടനെ കണ്ടത് അവിടെ വെച്ചല്ല. ഞാൻ എൻ്റെ അഭിയേട്ടനെ കണ്ടത് എൻ്റെ സ്വപ്നത്തിലാണ്. ഞാൻ സ്വപ്നം മാത്രം കണ്ടത് അഭിയേട്ടനെ. നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ആദ്യം അതിശയമായിരുന്നു. പിന്നെ എപ്പോഴേക്കോ എനിക്ക് ഒരിഷ്ടം തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ. അല്ലാതെ അഭിയേട്ടൻ പറയുന്നത് പോലെ ഞാൻ. അതും പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. വാതിലിന് പുറത്തു നിന്ന് അവൾ പറയുന്നത് കേട്ടതും അവൻ ഞെട്ടി. തന്നെ അവൾ നേരിട്ടല്ലാതെ ആദ്യമായി സ്വപ്നത്തിലാണ് കണ്ടതെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പെട്ടെന്ന് റൂമിലേക്ക് കയറി. അമ്മോ! അവൻ ദയനീയമായി അശ്വിൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് കരയുന്നവളെ നോക്കി വിളിച്ചു. അവൾ അശ്വിൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി. പക്ഷെ അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അമ്മു മോളെ, സോറി. അവൻ തറയിൽ മുട്ടുകുത്തി ഇരുന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട വേട്ട, വേണ്ട. ഞാൻ ചീത്തയാ. അതുകൊണ്ടല്ലേ ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. ഏട്ടൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി അങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൾ വിഷമത്തോടെ പറഞ്ഞു. അമ്മു, ഞാൻ അങ്ങനെ ചിന്തിച്ചൊന്നും അല്ല മോളെ. ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ. അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്നെപ്പറ്റി അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും നിന്നെ സ്നേഹിക്കുമായിരുന്നോ? ഞാൻ നിന്നെ വിവാഹം കഴിക്കുമായിരുന്നോ? അവൻ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് രണ്ടുപേരോടും പറയാം. നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അളിയൻ അങ്ങനെ പറഞ്ഞതും അമ്മ പറഞ്ഞതും ഒക്കെ തെറ്റാണ്. ശരിക്കും നിങ്ങൾ മാത്രമാണ് ഈ കാര്യത്തിൽ പരസ്പരം തെറ്റ് ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും പറയുമായിരുന്നല്ലോ നിങ്ങൾ പരസ്പരം പ്രണയിക്കുവാണെന്ന്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ഒരു ലൈഫിൽ ആദ്യം വേണ്ടത് ഇഷ്ടവും പ്രണയവും മാത്രമല്ല, പരസ്പര വിശ്വാസവും തുറന്നു പറച്ചിലും കൂടിയാ. അത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരസ്പരം ഇവിടെ ഇരുന്ന് പോരടിക്കില്ലായിരുന്നു. അശ്വിൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളോട് രണ്ടുപേരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്തായാലും ഞാൻ വന്ന കാര്യം നിങ്ങളോട് പറയാം. അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് പോരടിച്ച് നിൽക്കണോ അതോ പരസ്പരം ഒന്നിച്ചു നിന്ന് നിങ്ങൾക്കിടയിലുള്ള ശത്രുവിനെ കണ്ടുപിടിക്കണോ എന്ന് അശ്വിൻ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും സംശയത്തോടെ അവനെ നോക്കി. ഞാൻ അന്ന് അമ്മുവിനെ കൊണ്ടാക്കാൻ ഇവിടെ വന്ന ദിവസം സിദ്ധിയുടെ മുറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് സിദ്ധിയുടെ മുറിയിൽ വെച്ച് ഒരു ഡയറി കിട്ടി. യാദൃശികമായിട്ട് എൻ്റെ കാലിൽ തട്ടിയത് ആ ഡയറി. അളിയൻ ഇതിനു മുമ്പ് ആ ഡയറി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അശ്വിൻ അവനെ നോക്കി പറഞ്ഞു. എന്ത് ഡയറി? സിദ്ധു ചോദിച്ചു. അവളുടെ ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻസിഡൻറ്റ് എഴുതുന്ന പോലത്തെ ഒരു ഡയറി. അശ്വിൻ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഞാൻ അങ്ങനെ കയറാറില്ല. അവിടെ അടുക്കി വെക്കുന്നതും മറ്റും ഇവിടുത്തെ പണിക്കാരാണ്. അന്ന് നിങ്ങൾ വരുന്നതിന് മുൻപേ അവിടെയെല്ലാം അടുക്കിയിരുന്നു. സിദ്ധു പറഞ്ഞു. എങ്കിൽ അങ്ങനെ ഒരു ഡയറി ഉണ്ട്. അതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. അവളുടെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അശ്വിൻ പറഞ്ഞതും അവർ രണ്ടുപേരും വീണ്ടും അവനെ നോക്കി. അളിയനെ അവളോടുണ്ടായിരുന്ന സ്നേഹവും അവൾക്ക് എന്നോട് തോന്നിയ പ്രണയവും ഒക്കെ ആ ഡയറിയിൽ അവൾ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം അവൾ മറ്റൊരാളെ പറ്റി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വായിച്ചു വന്നപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി. അതുകൊണ്ടാണ് അത് അളിയനോടൊന്ന് പറയാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. അശ്വിൻ പറഞ്ഞതും സിദ്ധു എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി.
ഈ റിനോഷ് ആരാ? അവൻ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. എൻ്റെ ഫ്രണ്ടാണ്, കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം. തരുണിനെ പോലെയാണ് എനിക്ക് അവനും. അവൻ മറുപടി നൽകി. അശ്വിൻ ആ ഡയറിയിൽ സിദ്ധി എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. എല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു അവർ രണ്ടുപേരും. ഡയറിയിൽ അന്ന് ഈ വീട്ടിലേക്ക് വന്നത് ആരാണെന്ന് അവൾ എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. മാത്രമല്ല അയാൾ അവളെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾക്ക് നിങ്ങളോട് ആരോടും തുറന്നു പറയാൻ പറ്റിയില്ല. മാത്രമല്ല ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അവളുടെ വീഡിയോസ് എടുത്ത് പോൺ സൈറ്റുകളിൽ ഇടുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അവൾ അളിയനോട് പോലും ഇതൊന്നും പറയാഞ്ഞത്. പിന്നീട് അവൾക്ക് തന്നെ തൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ അവസ്ഥയിലും സംശയം തോന്നിയപ്പോഴാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടതും സിദ്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മുവിന് അത് കണ്ട് വല്ലാത്ത വിഷമം തോന്നി. അവൾ അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ കരച്ചിലടക്കി. എന്നിട്ട് അവൻ സംശയത്തോടെ അശ്വിനോട് ചോദിച്ചു. അവളന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ ദിവസം വരെയുള്ളത് മാത്രമേ ആ ഡയറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്നല്ലേ അവൾക്ക് ആ ആക്സിഡന്റ്? അശ്വിൻ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും സിദ്ധു ആണെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലകുലുക്കി. എൻ്റെ മോള് അത് അതാരാ ചെയ്തത്? എന്തിനു വേണ്ടിയായിരുന്നു എൻ്റെ മോളെ? അവൻ തൻ്റെ തേങ്ങലടക്കാൻ പാടുപെട്ടു. ഒന്നും അറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശത്രു നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ അറിയുന്ന ഒരാൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം, അശ്വിൻ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ അമ്മുവിൻ്റെ മനസ്സ് അവിടെ എങ്ങും അല്ലായിരുന്നു. അവൾക്ക് റിനോഷിൻ്റെ കാര്യങ്ങൾ വല്ലാത്ത സംശയം പോലെ തോന്നി. കാരണം സിദ്ധിയെപ്പറ്റി അത്രത്തോളം മോശമായിട്ടാണ് അയാൾ സംസാരിച്ചത്. എന്തിനായിരിക്കും അത്? എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ കൂട്ടുകാരൻ്റെ പെങ്ങളല്ലായിരുന്നു അവള്. കൂട്ടുകാരൻ്റെ ഭാര്യയായ എന്നോട് മരിച്ചുപോയ അവളെപ്പറ്റി എന്തിനായിരിക്കും അങ്ങനെ തെറ്റുകൾ പറഞ്ഞത്? സിദ്ധി അങ്ങനെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അഭിയേട്ടനെ പറ്റിക്കുകയാണെന്നും സിദ്ധി അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടതും എല്ലാം കൂടി ഭ്രാന്ത് പിടിച്ചതുകൊണ്ടാ സിദ്ധിയെപ്പറ്റി അഭിയേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ചേട്ടായി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്തോ വല്ലാത്ത സംശയം തോന്നുന്നു. അവൾ മനസ്സിൽ ചിന്തിച്ചു. ഈ റിനോഷ് നിങ്ങളോട് എങ്ങനെയാ? അശ്വിൻ സംശയത്തോട് അവനെ നോക്കി. അത് അവൻ സിദ്ധു എന്തോ പറയാനായി തുടങ്ങി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അമ്മു പെട്ടെന്ന് തന്നെ പറഞ്ഞു. അവർ രണ്ടുപേരും അതെന്താ എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് എന്നോട് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അയാളാ, റിനോഷ്. അവൾ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും സിദ്ധു ഞെട്ടി.